ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. ജീവിതം കാൽവറിയിലും കല്ലറയിലും അവസാനിക്കുന്നില്ല എന്നുള്ളതിന് തെളിവ്. പരാജയത്തിലൂടെയുള്ള വിജയത്തിൻ്റെ ആഘോഷം. കരയുന്ന മനുഷ്യൻ്റെ അടുത്തെത്തി കണ്ണീരിൻ്റെ കാരണമെന്തെന്ന് അന്വേഷിക്കാൻ അലിവുള്ളൊരു ദൈവം ഇന്ന് നമുക്കുണ്ടെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശൂന്യമായ കല്ലറ സന്ദർശിച്ച മഗ്ദല മറിയത്തിൻ്റെയും ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ ശിഷ്യൻ്റെയും അനുഭവങ്ങളും പ്രതികരണവുമാണ് ഈ വേദഭാഗത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ തോട്ടത്തിൽ വെച്ച് ഉദ്ധിതൻ മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ആദിമ ശിഷ്യർ ഉദ്ധിതനിലുള്ള വിശ്വാസത്തിലേക്ക് വളർന്നു വരുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രമേയം. ഈ തിരുവചന ഭാഗത്തു നിന്നും 3 ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, മരണശക്തികളെ വെല്ലുന്ന ദൈവിക ശക്തി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കല്ലറയ്ക്കലെത്തിയ മഗ്ദലക്കാരത്തി മറിയെ കണ്ടത് കല്ലറ വാതിലിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നതാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ഒരവസ്ഥയുടെ പ്രതീകമായിരുന്നു ആ കല്ല്. നന്മ ചെയ്ത് സഞ്ചരിച്ച യേശുവിനെ മരണത്തിന് വിധേയപ്പെടുത്തിയ മരണശക്തികളുടെ വിജയമായാണ് ആ കല്ല് ഉയർത്തിയിരുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര പേറുന്ന ആ കല്ല് ആർക്കും എടുത്തു മാറ്റാൻ കഴിയുമായിരുന്നില്ല. മറിയ യേശുവിനോടുള്ള സ്നേഹം നിമിത്തമാണ് അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ എത്തിയത്. മുമ്പിൽ കൊട്ടിയടച്ചിരുന്ന കല്ലറയെ തുറക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവിടെയാണ് ദൈവിക പ്രവർത്തനം ഉണ്ടായത്. മരണത്തിൻ്റെ ശക്തികൾ അധികാരം നടത്തിയിടത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുകയും ബലഹീനർക്ക് അത്താണിയാവുകയും ചെയ്യുന്നു. ആകയാൽ തകർച്ചകളും പരാജയങ്ങളും അസാധ്യമെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ മരണത്തെ പോലും ജയിച്ച ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാനാവണം. രണ്ടാമതായി, ഉദ്ധിതൻ്റെ ദർശനം ക്രൂശിക്കപ്പെട്ടവനെ അന്വേഷിക്കുന്നവർക്ക്. ക്രൂശിതനെ അന്വേഷിക്കുക എന്നതാണ് ഉദ്ധിതനെ അറിയുവാനുള്ള മാർഗം. ക്രൂശിക്കപ്പെടുന്നവൻ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. നമ്മുടെ വീട്ടിലും അയൽപ്പക്കത്തും ചുറ്റുപാടും സമീപത്തുള്ള ക്രൂശിതനെ കാണാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഉദ്ധിതൻ്റെ സമാധാനം നമ്മിൽ നിറയും. അതിനെല്ലാം ഉപരിയായി ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ക്രൂശാനുഭവങ്ങളെ അന്വേഷണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിഷമാക്കുക. ഉദ്ധിതൻ നമ്മിൽ നിന്ന് ഉണർന്നു വരും. മൂന്നാമതായി, കണ്ണുനീരിനെ കാണുന്ന ദൈവം. കല്ലറയിൽ ക്രിസ്തുവിൻ്റെ ശരീരം അന്വേഷിച്ചെത്തുന്ന മറിയത്തോട് ഉദ്ധിതനായ ക്രിസ്തു ചോദിക്കുന്നത്, സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാണെന്നാണ്. അവളുടെ കണ്ണീരിന് കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം അവളുടെ കണ്ണീര് എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നു. മനുഷ്യൻ്റെ സഹനങ്ങൾ ദൈവം അറിയുന്നു. അവ പരിഹരിക്കാൻ ദൈവപുത്രൻ സജീവമായി ഇന്നും കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. നമ്മോടും ഉദ്ധിതൻ ചോദിക്കുന്നത് സമാനമായ ചോദ്യങ്ങളാണ്. എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ നിരാശപ്പെടുന്നത്? കണ്ണുനീർ തുടച്ച് ഉദ്ധാനത്തിൻ്റെ പുലരിയെ നോക്കി നമുക്കും പുഞ്ചിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി ലോകമെങ്ങും പ്രത്യാശയുടെ സാക്ഷ്യം നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.